വിളിച്ചാൽ വിളി കേൾക്കുന്ന കാഞ്ഞൂർ പുണ്യാളൻ്റെ തിരുനാളിൻ്റെ കൊടിയേറ്റ് കാണാൻ വന്നേക്കാട്ടോ നമ്മൾ. അപ്പോൾ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇരുപതാം തീയതി പുണ്യവാൻ്റെ തിരുനാൾ സ്മരിക്കുന്ന ദിവസം ഉച്ചയ്ക്കുള്ള പ്രദക്ഷിണ സമയം വളരെ വിസ്മയകരമായ ഒരു സംഭവം നടക്കും. എല്ലാവരെയും ഈ തിരുനാളാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. മേഖലകളെ ആഗ്രഹമാക്കി സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും ബഹുമാനത്തിനുമായി ഞങ്ങളുടെ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സാക്ഷീകരിക്കുന്നു. ഈ പതാകയെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തിൻ സംവേദ്യം പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും ദൈവത്തിൻ സംവേദ്യം പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും
കാഞ്ഞൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ തിരുനാളിന് ഔപചാരികമായി തുടക്കം കുറിച്ചിരിക്കുക. ഈ കാഞ്ഞൂരിൻ്റെ പുണ്യഭൂമി രക്തസാക്ഷിയും വലിയ അത്ഭുത പ്രവർത്തകനുമായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ്. പള്ളി സ്ഥാപിതമായത് 1001 ഇത് 2026 വർഷം. 1025 വർഷം പിന്നിടുന്ന ജൂബിലി വർഷത്തിലെ തിരുനാൾ കൂടിയാണ് ഇത്തവണത്തേത്. ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ പടയോട്ടത്തെ അതിജീവിച്ച ദേവാലയം എന്നുള്ള രീതിയിൽ വളരെയേറെ ചരിത്ര പ്രാധാന്യം അറിയിക്കുന്നൊരു പള്ളിയാണിത്. പേർഷ്യൻ ശില്പകലാ ചാതുര്യവും ഭാരതീയ വാസ്തുശില്പവിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മനോഹരമായ ഒരു പള്ളിയാണ് കാഞ്ഞൂർ പള്ളി. ഇതിൻ്റെ മധുബഹ വളരെ പ്രത്യേകമാം വിധം, പ്രത്യേകിച്ച് ബൈബിളിൻ്റെ സംഭവങ്ങൾ ഓരോന്നും ചുവർ ചിത്രങ്ങളിലൂടെ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ പള്ളിയിൽ ശക്തൻ തമ്പുരാൻ സമ്മാനിച്ച ഒരു ആനവിളക്കുണ്ട്. ഒറ്റക്കല്ലിൽ തീർത്ത മാമോദീസ തൊട്ടിയും കരിങ്കൽ തൂണുകളും കൽക്കുരിശും കൊത്തുപണികളോടുകൂടിയ മേൽക്കൂരയുമൊക്കെ ഈ പള്ളിയുടെ പഴമയുടെ ചരിത്രം വിളിച്ചോതുന്ന സ്മാരകങ്ങളാണ്. തിരുനാൾ ദിനം ജനുവരി 19, 20 തീയതികളിലാണ്. 8-ാം ഇടം തിരുനാൾ 26, 27 തീയതികളിലും. 20-ാം തീയതി പുണ്യവാൻ്റെ തിരുനാൾ സ്മരിക്കുന്ന ദിവസം ഉച്ചയ്ക്കുള്ള പ്രദക്ഷിണ സമയം വളരെ വിസ്മയകരമായ ഒരു സംഭവം നടക്കും. പുണ്യാളൻ്റെ തിരുസ്വരൂപം ഈ പള്ളിയുടെ പ്രധാന കവാടത്തിൽ നിന്ന് പ്രദക്ഷിണമായി റോട്ടിലേക്ക് ഇറങ്ങുന്ന സമയം മുതൽ 3 മണിക്കൂർ സമയം കൊണ്ട് തിരിച്ചു കയറുന്ന അതുവരെ കൃഷ്ണപ്പരുന്ത് പുണ്യവാന് ആതിഥ്യമരളിക്കൊണ്ടും സംരക്ഷണം ഏകിക്കൊണ്ടും ആകാശങ്ങളിൽ വട്ടമിട്ട് പറക്കുന്ന കാഴ്ച അഭൂതപൂർവമായ ഒരു ദൃശ്യമാണ്. ഈ തിരുനാളിന് വന്നു ചേരുന്ന സകല ജനങ്ങൾക്കും പുണ്യാളൻ വഴി ധാരാളമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ആളുകൾ വീണ്ടും വീണ്ടും പുണ്യാളൻ്റെ സൗധത്തിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. എല്ലാവരെയും ഈ തിരുനാളാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.